നമസ്കാരം. മധ്യപൂർവേഷ്യ വീണ്ടും തീപിടിക്കാനുള്ള വക്കിലെത്തിയിരിക്കുകയാണ്. കരാർ അംഗീകരിക്കൂ, അല്ലെങ്കിൽ വീണ്ടും അമേരിക്കൻ ബോംബാക്രമണം നേരിടാൻ തയ്യാറാകൂ. ഇറാനെതിരെ ട്രംപ് ഉയർത്തിയ പുതിയ അന്ത്യശാസനം ലോകത്തെ വീണ്ടും യുദ്ധഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി താൽക്കാലിക ശാന്തതയുടെ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പോടെ യുദ്ധമേഘങ്ങൾ വീണ്ടും ഇരുണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: അടുത്ത ആക്രമണം എപ്പോഴാണ്? ഇറാനുമായി ആണവ കരാറിൽ ഏർപ്പെടുന്നതിനായി യുദ്ധഭീഷണിയുമായാണ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ബോംബുകളുടെ അടുത്ത തരംഗത്തിന് തയ്യാറാവാനാണ് ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ്. ബുധനാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണങ്ങൾ പുറത്തുവന്നത്. അടുത്തിടെ ട്രംപ് നടത്തിയ ഘടകവിരുദ്ധമായ പ്രസ്താവനകളിൽ അവസാനം വന്നതാണ് ഈ പുതിയ ഭീഷണി. ഇറാൻ സമ്മതിച്ച കാര്യങ്ങൾ അവർ നൽകാൻ തയ്യാറായാൽ അതൊരു പക്ഷേ വലിയൊരു നിഗമനമാണെങ്കിൽ പോലും ഇതിനോടകം തന്നെ ഐതിഹാസികമായി മാറിയ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയിരുന്നത്. ഫെബ്രുവരിയിൽ ഇറാനെതിരെ ഇസ്രയേലുമായി ചേർന്ന് ആരംഭിച്ച സൈനിക നീക്കത്തിനാണ് എപ്പിക് ഫ്യൂറി എന്ന് പേര് നൽകിയിരുന്നത്. അവർ സമ്മതിച്ചില്ല എങ്കിൽ ബോംബിംഗ് ആരംഭിക്കും. ദുഃഖകരമെന്ന് പറയട്ടെ, അത് മുൻപത്തേക്കാൾ ശക്തമായിരിക്കുമെന്നും ട്രംപ് വിശദമാക്കി. മുൻപ് നിലവിലിരുന്ന ആണവ കരാറിൽ നിന്ന് വ്യത്യസ്തമായി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ ഇറാന്റെ ഇടപെടലുകളും കൂടി ഉൾപ്പെടുന്ന കൂടുതൽ കർശനമായ ഒരു കരാറാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. തന്റെ മുൻ ഭരണകാലത്തെ മാക്സിമം പ്രഷർ നയം വീണ്ടും നടപ്പിലാക്കിക്കൊണ്ട് ഉപരോധങ്ങളിലൂടെയും സൈനിക ഭീഷണികളിലൂടെയും ഇറാനെ വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. അമേരിക്കയുടെ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ആഗോള എണ്ണ വിപണിയെ തകർക്കുകയും പശ്ചിമേഷ്യയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സമാധാനം ഉറപ്പാക്കാൻ ശക്തി പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന നിലപാടിലാണ് അമേരിക്കൻ ഭരണകൂടം. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന നിലപാടാണ് ഇറാൻ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര സമ്മർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ബലപ്രയോഗത്തിലൂടെയും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും ഇറാനെ പുതിയൊരു കരാറിലേക്ക് കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ പൂർണ്ണ ജാഗ്രതയിലാണ്. പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും ചുറ്റുമുള്ള മേഖലകളിൽ യുദ്ധക്കപ്പലുകളുടെ നീക്കം ശക്തമായിട്ടുണ്ട്. അതേസമയം ഇറാനും തങ്ങളുടെ മിസൈൽ സേനയെ പൂർണ്ണമായി സജ്ജമാക്കി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ പ്രകോപനം പോലും മതി മധ്യപൂർവേഷ്യ മുഴുവൻ അഗ്നിക്കിരയാകാൻ. ട്രംപിന്റെ പ്രസ്താവന ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പ് മാത്രമല്ല, അമേരിക്ക വീണ്ടും നേരിട്ടുള്ള ആക്രമണത്തിന് തയ്യാറാകുന്നു എന്ന ഭീഷണിയായിട്ടാണ് ലോകം അത് കാണുന്നത്. ഇറാൻ വഴങ്ങില്ല എന്ന നിലപാടിലാണ്. അമേരിക്ക സമ്മർദ്ദം കൂട്ടുന്നു. ഇതിനിടയിൽ ഇസ്രയേലും സൈനിക നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. യുദ്ധം ആരംഭിച്ചാൽ അത് ഒറ്റ രാജ്യത്തിൽ മാത്രം ഏറ്റുമുട്ടലായി നിൽക്കില്ല എന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഹിസ്ബുള്ള, ഹൂത്തി, ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ എല്ലാം യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ മധ്യപൂർവേഷ്യ പൂർണ്ണമായും നിയന്ത്രണം വിട്ട അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ ഭീതിയോടെ കാത്തിരിക്കുന്നത് അടുത്ത ഏതാനും മണിക്കൂറുകളെയാണ്. ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ അമേരിക്ക വീണ്ടും ബോംബിംഗ് ആരംഭിക്കുമോ, അതോ അവസാന നിമിഷ നയതന്ത്ര നീക്കങ്ങൾ യുദ്ധം തടയുമോ? എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: മധ്യപൂർവേഷ്യ ഇപ്പോൾ അത്യന്തം അപകടകരമായ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഏത് നിമിഷവും ആകാശത്ത് വീണ്ടും മിസൈലുകൾ പാഞ്ഞുയരാം. ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ ഇരുണ്ട രാത്രിയിലേക്ക് വീഴാം.